അത് പോട്ടെ മോളെ, ഈ വീട്ടുകാര്യങ്ങളൊക്കെ നോക്കുന്ന ആരാ? ആ ഉർവശി. അപ്പൊ നീ ആരാ? ഇവിടുത്തെ വേലക്കാരിയോ? അതാ ഞാനും ആലോചിക്കുന്നത്. ഒന്നും ആലോചിക്കാനില്ല. ആ താക്കോലിന് കൈ വാങ്ങിച്ചോ, ഇല്ലെങ്കിൽ നീ നാളെ വഴിയാധാരമായി പോവും. എത്ര പറഞ്ഞിട്ട് അച്ഛന് മനസ്സിലാവുന്നില്ലല്ലോ. അവനൊരു മരങ്ങോടനാ. അവള് കാശ് മുഴുവൻ മൂട്ടിച്ചെടുത്ത് അവളുടെ അച്ഛനമ്മയ്ക്കും കൊണ്ട് കൊടുക്കും. ഞാൻ പൊട്ടിയോ പൊട്ടക്കണ്ണിയോ ഒന്നും അല്ല. അവളെ ഞാനും ഗവനിച്ചുകൊണ്ട് തന്നെയായിരിക്കുന്നത്. വേണം വേണം മോളെ, അവള് ചെറുപ്പമാണ്. വെളിയിലെങ്ങാനും കറങ്ങാറുണ്ടോ? ആ എനിക്കറിഞ്ഞൂടാ. അയ്യോ പാവം, നീ കൊച്ച പെണ്ണല്ലേ. പിന്നെ വല്ല ആൺപിള്ളേര് അവളെ കാണാൻ ഇവിടെ വരാറുണ്ടോ? 1-2 പേര് വരാറുണ്ട്. എന്റെ ദൈവം തമ്പുരാനെ, ഈ തറവാടിന്റെ മാന എന്തായി? ആ കുന്തടിക്കുന്നു, അവക്കായിരിക്കും. വാ പോയി നോക്കാം. ഹലോ, ഞാൻ ശോഭയാണ്. ആരും ഇല്ലേ ഇവിടെ? ശരി, ഞാൻ ഇപ്പൊ വരാം. നിക്കടി അവിടെ, എനിക്കിത് രണ്ടിലെന്നറിയണം. നീ എവിടെ പോന്നു? കണ്ടവന്റെ ഫോൺ വന്നോണ്ട് അവളുടെ ഇറങ്ങിയൊരു ഓട്ടം. അതിന് ഈ വീട്ടിൽ നടപ്പില്ല. എനിക്കിഷ്ടമുള്ളടത്ത് പോവും. നിങ്ങളാരാ ചോദിക്കാൻ? നീ പോമടി അഹങ്കാരി, മര്യാദയ്ക്ക് സംസാരിക്കും. നിന്റെ തോന്നിയാസനി ഇവിടെ നടപ്പില്ല. എന്റെ ഭർത്താവിന്റെ ചേച്ചിയായി പോയതുകൊണ്ട് നിങ്ങളെ ഞാൻ തിരിച്ചടിക്കുന്നില്ല. കൃഷ്ണ, ഇയാളെ നിങ്ങൾക്കറിയാമോ? എന്റെ നന്ദിയുള്ളൊരു ജോലിക്കാരനാ. പക്ഷേ നിങ്ങൾ ഇയാൾക്ക് ആരുമല്ല. ഇനി എന്റെ ദേഹത്ത് തൊട്ടാൽ നിങ്ങളുടെ കൈ മാത്രമല്ല തലയും കണ്ടില്ലെന്ന് വരും. ഓർമ്മയിരിക്കട്ടെ.